നമസ്തേ, എല്ലാവർക്കും നിത്യം യോഗയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു കാര്യമുണ്ട്. പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ ഉറക്കമുളച്ചിരുന്ന് പഠിക്കുക, ടെക്സ്റ്റ് ബുക്കുകൾ വീണ്ടും വീണ്ടും വായിച്ചു നോക്കുക. എന്നിട്ട് എക്സാം ഹോളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എല്ലാം ബ്ലാങ്ക്, എല്ലാം മറന്നു പോകുന്നൊരവസ്ഥ. ഇത് ഞാൻ പഠിച്ചതാണല്ലോ എന്നിട്ടും ഓർമ്മ വരുന്നില്ലല്ലോ എന്നൊരവസ്ഥ. ഇത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിന് കാരണം നിങ്ങളുടെ ബുദ്ധി കുറവോ ഓർമ്മ കുറവോ ഒന്നുമല്ല, മറിച്ച് നിങ്ങൾ പഠിക്കുന്ന രീതിയുടെ പ്രശ്നമാണ്. പലരും വിചാരിക്കുന്നത് പഠനം എന്നത് മണിക്കൂറുകളോളം ബുക്കിൻ്റെ മുന്നിലിരുന്ന് ഹാർഡ് വർക്ക് ചെയ്യുക എന്നതാണ്. എന്നാൽ സത്യത്തിൽ പഠനം എന്നതൊരു സ്മാർട്ട് വർക്കാണ്. 10 മണിക്കൂർ കൊണ്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യം വെറും 1-2 മണിക്കൂറുകൾ കൊണ്ട് പഠിക്കാൻ പറ്റിയാലോ? അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടോപ്പർമാർ, സയൻറ്റിസ്റ്റുകൾ, വലിയ വലിയ ബിസിനസ്സുകാർ എന്നിവർ ഉപയോഗിക്കുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി ടെക്നിക്കുകളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഈ വീഡിയോ മുഴുവനായി കണ്ടു തരുമ്പോൾ നിങ്ങളുടെ പഠന രീതി ആകെ മാറിയിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ടെക്നിക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് സെറ്റ് ചെയ്യണം. ഇതിനെ ജാപ്പനീസുകാർ ഉപയോഗിക്കുന്ന 2 കോൺസെപ്റ്റുകൾ നമുക്ക് അറിഞ്ഞിരിക്കാം. ഇതിലൊന്നാണ് കേസൻ ടെക്നിക്. ജപ്പാനിലെ ഒരു പ്രശസ്തമായ കോൺസെപ്റ്റാണ് കേസൻ. ഇതിൻ്റെ അർത്ഥം കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് അഥവാ തുടർച്ചയായ മെച്ചപ്പെടുത്തൽ എന്നാണ്. നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ മോട്ടിവേഷൻ കിട്ടുമ്പോൾ ഒറ്റയടിക്ക് 5 മണിക്കൂർ പഠിക്കാൻ ശ്രമിക്കും. പക്ഷേ പിറ്റേന്ന് പുസ്തകം തുറക്കാൻ പോലും തോന്നില്ല. ഇതുപോലെ പെട്ടെന്ന് മോട്ടിവേഷൻ കിട്ടുമ്പോൾ നമ്മൾ ഒരാഴ്ച ഇൻറ്റൻസായി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും. അടുത്ത ആഴ്ച മുതൽ ജിമ്മിലേക്ക് പോവുകയില്ല. എവിടെയാണ് കേസൻ ടെക്നിക്കിൻ്റെ റോൾ വരുന്നത്? വലിയ മാറ്റങ്ങൾക്ക് പകരം ദിവസവും വെറും 1% മാത്രം മാറ്റാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തുടക്കത്തിൽ ഒരു അരമണിക്കൂർ മാത്രം പഠിക്കുക. ഒരു 30 മിനിറ്റ്സ് ടൈമർ വെച്ചുകൊണ്ട് പൂർണ്ണ ഫോക്കസോടുകൂടി പഠിക്കാൻ ശ്രമിക്കുക. 30 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. പതിയെ ഇത് നിങ്ങൾ 35 മിനിറ്റ്സ് ആക്കുക. പതിയെ 40 മിനിറ്റ്സ് ആക്കുക. ഇങ്ങനെ ചെറിയ രീതിയിൽ സ്ഥിരതയോടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വർഷാവസാനം ആകുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു മാറ്റമാകും. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റുകളാണ് വിജയത്തിലേക്കുള്ള വഴി. അടുത്തൊരു ടെക്നിക്കാണ് നെമാവാശി. ഒരു മരം നടുമ്പോൾ അല്ലെങ്കിൽ വിത്ത് പാകുമ്പോൾ നമ്മൾ മണ്ണൊരുക്കാറുണ്ട്. ഇതുപോലെ പഠിക്കുന്ന ടൈമിലും നമ്മൾ മണ്ണൊരുക്കേണ്ടതാണ്. പഠനത്തിൽ ഇതിനെ നമ്മൾ പ്ലാനിങ് എന്നാണ് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് ഇന്ന് ഞാൻ എന്താ പഠിക്കുക എന്ന് ചിന്തിക്കാൻ നിൽക്കരുത്. അത് നിങ്ങളുടെ എനർജി കളയും. ഇതിനാണ് ഡിസിഷൻ ഫെറ്റിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തലേ ദിവസം രാത്രി തന്നെ നാളെ എന്താണ് പഠിക്കാനുള്ള കാര്യങ്ങളെന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. രാവിലെ ഏറ്റവും ഫ്രഷ് ആയിരിക്കുമ്പോൾ ഏറ്റവും ടഫായിട്ടുള്ള ടോപ്പിക്ക് പഠിക്കുക. ഉച്ചയ്ക്ക് കുറച്ചും കൂടെ എളുപ്പമുള്ള വിഷയം പഠിക്കുക. ഇങ്ങനെ നിങ്ങൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു എയിം ഉണ്ടാവും. ഇനി നമുക്ക് പ്രധാനപ്പെട്ട 3 ടെക്നിക്കുകളിലേക്ക് കിടക്കാം. ഇത് നിങ്ങളുടെ മെമ്മറി പവർ ഇരട്ടിയാക്കും. ഭൂരിഭാഗം കുട്ടികളും പഠിക്കുന്നത് പാസീവ് റീഡിങ് വഴിയാണ്. അതായത് നിങ്ങൾ ബുക്ക് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യും. ഇങ്ങനെ വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്കെല്ലാം മനസ്സിലായെന്ന്. ഇതിനാണ് ഇലൂഷൻ ഓഫ് കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. തലച്ചോറിനെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണിത്. ഇതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ആക്റ്റീവ് റീകോൾ ആണ്. ഇതിനെ നിങ്ങളൊരു പോർഷൻ, ഒരു ടോപ്പിക്ക് വായിക്കുക. അതിനുശേഷം നിങ്ങളുടെ ബുക്ക് അടച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വായിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് റീകോൾ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതാൻ ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ എഴുതുന്ന ടൈമിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ, എവിടെയെങ്കിലും നിങ്ങൾക്ക് മറന്നുപോയെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ബുക്ക് എടുത്ത് ഒന്നുകൂടെ വായിക്കുക. എന്നിട്ട് ബുക്ക് അടച്ചു വെച്ച് വീണ്ടും റീകോൾ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് എപ്പോഴാണ് പൂർണ്ണമായിട്ടും റീകോൾ ചെയ്യാൻ സാധിക്കുന്നത്, അപ്പോൾ നിങ്ങൾ ഈ ഒരു ടോപ്പിക് പഠിച്ചിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ റീകോൾ ചെയ്യുമ്പോൾ തലച്ചോറിന് നല്ല സ്ട്രെയിൻ തോന്നും. ഈ ഒരു ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ വിജയം. നമ്മൾ ജിമ്മിൽ പോയി വെയിറ്റ് ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മുടെ മസിലിന് സ്ട്രെയിൻ അനുഭവപ്പെടുന്നു. ഈ ഒരു സ്ട്രെയിനാണ് നമ്മുടെ മസിലിനെ ഗ്രോ ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മൾ തലച്ചോറിന് എത്ര സ്ട്രഗിൾ ചെയ്യുന്നു അത്രത്തോളം ആ കാര്യം നിങ്ങളുടെ മെമ്മറിയിൽ സേവ് ആവും. മറ്റൊരു ടെക്നിക്കാണ് ഫെയ്ൻമാൻ ടെക്നിക്. ഇത് നോബൽ സമ്മാന ജേതാവായ റിച്ചാർഡ് ഫെയ്ൻമാൻ യൂസ് ചെയ്തൊരു രീതിയാണ്. ഒരു കാര്യം നിങ്ങൾ ശരിക്കും പഠിച്ചു എന്നറിയാനുള്ളൊരു ടെസ്റ്റാണിത്. ഇതിൻ്റെ സ്റ്റെപ്പ് വളരെ സിമ്പിളാണ്. നിങ്ങളൊരു ടോപ്പിക് പഠിക്കുക. അതിനുശേഷം വളരെ ചെറിയൊരു കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് പോലെ നിങ്ങൾ വളരെ ലളിതമായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ടെക്നിക്കലായുള്ള ടേംസോ കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡ്സോ ഉപയോഗിക്കരുത്. വളരെ സിമ്പിളായിട്ട്, എന്നാൽ ആ ടോപ്പിക്കിൽ ഒരു കാര്യങ്ങളും വിട്ടുപോകാതെ ഏറ്റവും സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ചില ഭാഗങ്ങൾ സ്റ്റക്കാവും. ആ സ്റ്റക്കാവുന്ന ഭാഗമാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം. അപ്പോൾ നിങ്ങൾ ഉടൻ തന്നെ ബുക്ക് തുറന്ന് ആ ഭാഗം വീണ്ടും പഠിക്കുക. ഇഫ് യു കനോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ് സിംപ്ലി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ ഇനഫ് എന്നാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. മറ്റൊരു ടെക്നിക്കാണ് പൊമഡോറോ ടെക്നിക്ക്. നിങ്ങൾ തുടർച്ചയായി 2-3 മണിക്കൂർ ഇരുന്ന് പഠിച്ചാൽ ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ശ്രദ്ധ പോകും. ഇത് ഒഴിവാക്കാനാണ് പൊമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇതൊരു ടൈം മാനേജ്മെൻറ്റ് രീതിയാണ്. നിങ്ങളൊരു 25 മിനിറ്റ്സ് പൂർണ്ണ ഫോക്കസോടുകൂടെ പഠിക്കാൻ ശ്രമിക്കുക. ആ ടൈമിൽ വേറൊരു ഡിസ്ട്രാക്ഷനും പാടില്ല. പൂർണ്ണമായി ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു 25 മിനിറ്റിന് ശേഷം ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ഈ ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. അതിന് പകരം എഴുന്നേറ്റ് നടക്കുകയോ വെള്ളം കുടിക്കുകയോ ഒന്ന് ചെറുതായി സ്ട്രെച്ച് ചെയ്യുകയോ ചെയ്യുക. ഇങ്ങനെ 4 തവണ റിപ്പീറ്റ് ചെയ്യുക. അതായത് 25 മിനിറ്റിൻ്റെ 4 സെറ്റ്. അതിനുശേഷം ഒരു 20-30 മിനിറ്റിൻ്റെ ഒരു ലോങ് ബ്രേക്ക് എടുക്കുക. ഈ ഒരു രീതി നിങ്ങളുടെ തലച്ചോറിനെ ഫ്രഷായി നിലനിർത്താൻ സഹായിക്കും. ഇതുകൂടാതെ നിങ്ങൾ പഠനത്തിൽ ടെക്നോളജീസും യൂസ് ചെയ്യുക. ഇന്നത്തെ കാലത്ത് ഹാർഡ് വർക്ക് മാത്രം പോരാ.
AI ടൂൾസുകളും നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് ടഫായുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലാകുന്നില്ലെങ്കിൽ ChatGPTയിലോ അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനിയിലോ ഈ ഒരു ടോപ്പിക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുക. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ വേർഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ പഠനത്തെ കൂടുതൽ എളുപ്പമാക്കുന്നു. ഇതുപോലെ തന്നെ ഫോൺ അഡിക്ഷൻ കുറയ്ക്കാനുള്ള ഫോക്കസ് ആപ്പുകളും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും 5 ടെക്നിക്കുകളാണ് ഡിസ്കസ് ചെയ്തത്. അതിലൊന്നാണ് കേസ് ആൻഡ് ടെക്നിക്ക്. നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് വലിയൊരു മാറ്റം വരുത്തുന്നതിന് പകരം ദിവസവും 1% മാത്രം മെച്ചപ്പെടുത്തുക. ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് 1% മെച്ചപ്പെടുത്തുമ്പോൾ വലിയൊരു കാലയളവിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. മറ്റൊന്നാണ് നെമാവാശി. നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യുക. ഇത് നിങ്ങളുടെ ദിവസത്തെ കൂടുതൽ ഈസിയും എഫക്റ്റീവുമാക്കാൻ സഹായിക്കുന്നു. മറ്റൊന്നാണ് ആക്റ്റീവ് റീകോൾ. നിങ്ങളൊരു കാര്യം വീണ്ടും വീണ്ടും വായിക്കുന്നതിന് പകരം നിങ്ങളത് റീകോൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യുക. മറ്റൊന്നായിരുന്നു ഫെയ്ൻമാൻ ടെക്നിക്ക്. നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുക, ആ ഒരു ടോപ്പിക്ക് വളരെ ചെറിയൊരു കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന പോലെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ടോപ്പിക്കിൽ എക്സ്പെർട്ട് ആവുന്നു. മറ്റൊരു ടെക്നിക്കായിരുന്നു പൊമഡോറോ ടെക്നിക്ക്. നിങ്ങൾ മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കുന്നതിന് പകരം 25 മിനിറ്റ്സ് പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ്സിൻ്റെ ബ്രേക്ക് എടുക്കുക. ഇങ്ങനെ 25 മിനിറ്റ്സിൻ്റെ ഒരു 4 സെറ്റായി ചെയ്യുക. അതിനുശേഷം ഒരു ലോങ് ബ്രേക്ക് എടുക്കുക. ഇതുകൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതാണ് നിങ്ങളുടെ ഉറക്കം. നിങ്ങൾ എത്ര പഠിച്ചാലും രാത്രി 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങിയില്ലെങ്കിൽ അത് തലച്ചോറിൽ പ്രോപ്പറായിട്ട് ഫീഡായില്ല. അതുകൊണ്ട് നിങ്ങൾ നന്നായി ഉറങ്ങുകയും ധാരാളം വെള്ളം കുടിക്കുകയും ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞതിൽ നിന്ന് നിങ്ങളൊരു ടെക്നിക്ക് ചൂസ് ചെയ്യുക. എല്ലാ ടെക്നിക്കും ഒറ്റയടിക്ക് ചൂസ് ചെയ്യുന്നതിന് പകരം ഒരു ടെക്നിക്ക് മാത്രം ചൂസ് ചെയ്ത് ആ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതിൽ നിങ്ങൾ എക്സ്പെർട്ട് ആയതിനു ശേഷം അടുത്തൊരു ടെക്നിക്ക് കൂടെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടെക്നിക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പഠിക്കാൻ കഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്